നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് പവിഴാവണക്കിനെയാണ്. 20 അടിയോളം ഉയരത്തിൽ വളരുന്ന ഒരു ചെറുമരമാണ് ഈ പവിഴാവണക്ക്. യൂഫോർബിയേസി കുടുംബാംഗത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ജെട്രോഫ മൾട്ടിഫിഡ എന്നാണ്. ഒരു വ്യത്യസ്ത ആകൃതിയാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. കടും പച്ച നിറമാണ് ഇതിൻ്റെ ഉപരിതലം. ഇളം പച്ച നിറത്തിലാണ് ഇതിൻ്റെ താഴത്തെ ഭാഗമുള്ളത്. ഇതൊരു 12 ഇഞ്ചോളം വീതിയാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. അത് 7 മുതൽ 11 ഭാഗങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നു. ഇതിൻ്റെ പൂക്കൾ അറ്റത്ത് കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. പവിഴത്തിനോട് സാദൃശ്യമുള്ള കടും ചുവപ്പ് നിറമാണ് ഇതിൻ്റെ പൂക്കൾക്കുള്ളത്. അതാണ് ഈ ആവണക്കിൻ്റെ ഒരു പ്രത്യേകതയും. എല്ലാത്തരം ഭൂപ്രദേശങ്ങളിലും വളരുന്ന ഈ ചെടിക്ക് സൂര്യപ്രകാശം അത്യാവശ്യമാണ്. അതുപോലെ ഇതിൻ്റെ ഫലം 3 ഭാഗങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അത് നമ്മുടെ ആവണക്കിൻ്റെ ഫലത്തിനോട് സാദൃശ്യവുമുണ്ട്. മെക്സിക്കോ ആണ് ഈ പവിഴാവണക്കിൻ്റെ ജന്മദേശം. സെൻട്രൽ അമേരിക്ക, ബ്രസീൽ എന്നീ സ്ഥലങ്ങളിൽ ഇത് സുലഭമായി വളർന്നു വരുന്നു. കൂടുതലായി അലങ്കാര സസ്യമായിട്ടും ഔഷധമായിട്ടും ഇതിനെ ഉപയോഗിച്ചു വരാറുണ്ട്. വേര്, ഇല, തൊലി, പാൽക്കറ എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. പവിഴാവണക്കിൻ്റെ എല്ലാ ഭാഗവും വിഷാംശമുള്ളതാണ്. ഇതിൻ്റെ വിത്ത് ഗർഭത്തെ അലസിപ്പിക്കുക വരെ ചെയ്യും. ഇതിൻ്റെ പാൽക്കറയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ ആക്ഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ വ്രണത്തെ ഉണക്കുവാനും ചൊറിച്ചിലൊക്കെ ഇല്ലാതാക്കുവാനും ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ വേരിൻ്റെ കഷായം വയറുവേദനയ്ക്ക് ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. പവിഴാവണക്ക്, കോറൽ പ്ലാന്റ്, ജെട്രോഫ ബെലഡോണ, ജെട്രോഫ മൾട്ടിഫിഡ, ഇങ്ങനെ കുറേ ഈ ആവണക്കിൻ്റെ വെറൈറ്റിയിൽ പെട്ടൊരു ചെടിയാണ്. കേരളത്തിൽ അത് അത്ര അധികം തമിഴ്നാട്ടിലാണ് ഇത് കൂടുതൽ കാണാം. ഇത് കഴിച്ച വയറിളകും. അപ്പോൾ ഈ വയറിളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ വേരെടുത്ത് കഷായം വെച്ച് കഴിച്ച വയറിളകും. പിന്നെ ഇതിൻ്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ ത്വക്ക് രോഗത്തിന് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഒരു ഉപയോഗം, ഇതിനൊരു കറയുണ്ട്. ഈ കറ ഇതൊരു കറ മാത്രമല്ല, ഒരു ഓയിലി സബ്സ്റ്റൻസ് ഇതിൽ നിന്ന് വരും. അത് ശരിക്കും അതിന് ഓയിൽ ഉണ്ടാക്കാമെന്ന് പറയാം. ഈ പെട്രോൾ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. ഈ തമിഴ്നാട്ടിൽ ഒരാൾ പെട്രോൾ ഉണ്ടാക്കുന്ന ഈ ചെടികളിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പെട്രോളിയം ഉൽപ്പന്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെട്രോളിയം ഉൽപ്പന്നം ഈ പൊള്ളലുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കറ എടുത്ത് തേച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് ഹീൽ ചെയ്തിട്ട് കരിഞ്ഞ് തൊലി പോലെ ആവും ശരിക്കും. അത് മാത്രമല്ല, അതുപോലെ തന്നെ ഈ പെട്രോളിയം ജെല്ലി ഇതൊക്കെ സ്മൂത്താക്കും. ഇത് മേലെ തേച്ച് ഈ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ ഇത് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ഇല എടുത്ത് വാഗ പോലെ തേക്കും പോലെ തേച്ച് കഴിഞ്ഞാൽ സ്കിന്ന് സ്മൂത്താവും.